അസാധുവാക്കലിന് ശേഷം പ്രതിസന്ധിയിലായിരുന്ന ദില്ലിയിലെ ചെറുകിട കച്ചവടക്കാർ വ്യാപാരത്തിൽ പതുക്കെ തിരിച്ചുവരവിന്റെ പാതയിലാണ്. നോട്ടുകളുടെ ലഭ്യത കുറഞ്ഞത് ചെറുകിട വ്യാപാരികളെ കാര്യമായി ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് ദില്ലിയിലെ ചെറുകിട കച്ചവടക്കാർ മാറുന്ന കാഴ്ചകളും ഉണ്ട്. 500,000 രൂപ നോട്ടുകൾ പൊടുന്നനെ കേന്ദ്ര സർക്കാർ അസാധുവാക്കിയപ്പോൾ ശരിക്കും ദില്ലിയിലെ ചെറുകിട കച്ചവടക്കാർ കുടുങ്ങിയിരുന്നു. നോട്ട് ക്ഷാമം രൂക്ഷമായതും പുതിയ 500 രൂപ നോട്ടുകളുടെ ലഭ്യത കുറഞ്ഞതും വ്യാപാരത്തിൽ ഇരുട്ടടിയായി. ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് 50 ദിവസം പിന്നിടാറാകുമ്പോൾ പതുക്കെ വിപണിയിൽ ഒരു ഉണർവ് പ്രതീക്ഷിക്കുകയാണ്. चेंज भी बहुत आते हैं, 2000 का भी आता है, चेंज भी बहुत आ रहे हैं, 500 का भी आ रहा है. बाकी मार्केट में उतना क्रेज नहीं जितना पहले था उतना नहीं अभी. എന്നാൽ ഇപ്പോഴും പ്രതിസന്ധി രൂക്ഷമാണെന്നും നോട്ട് ക്ഷാമം കാരണം സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ വരുന്നില്ലെന്ന് പരിഭവം പറയുന്നവരുമുണ്ട്. पैसे तो है नहीं मार्केट में, जिसके पास थोड़ा बहुत है वो अपना शॉपिंग क्या करे, अपना घर के बच्चे खाना खिलाएगा या शॉपिंग करेगा. कई लोग बाग चाहते हैं खाली आते हैं, उससे तो है परेशानी तो हो रही है सर. അതേസമയം രസകരമായ മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് വ്യാപാരത്തിൽ പേടിഎം, ഡെബിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ചെറുകിട കച്ചവടക്കാരും. कार्ड के लिए भी लगा रखा है कि ग्राहक आता है उसको कार्ड से हम पेमेंट करा देते हैं. तो इस चक्कर में पेटीएम से लेते हैं तो हम भी आगे पेटीएम से पेमेंट कर देते हैं पार्टी वाले को. നോട്ട് ക്ഷാമം ശരിക്കും വലച്ചെങ്കിലും ഒരു ചെറിയ മാറ്റത്തിന്റെ പാതയിലാണ് ചെറുകിട കച്ചവടക്കാരും. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ തീരുമാനം ചെറുകിട കച്ചവടക്കാരുടെ ബിസിനസ്സുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ദില്ലിയിലെ ചെറുകിട കച്ചവടക്കാർ പേടിഎം പോലുള്ള പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്യാമറാമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ആൻഡ്രോപ്പി ചീരോദ, റിപ്പോർട്ടർ, ദില്ലി.